ഹലോ, MNS ടെക് ഷോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രിവ്യൂ കണ്ട പോലെ എങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് KineMaster എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ KineMaster ഓപ്പൺ ചെയ്യാം. മുകളിൽ കാണുന്ന ക്രിയേറ്റ് ന്യൂ എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റേഷ്യോ 60:9 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് അതിൽ നിന്നും നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് 30 സെക്കൻഡ് ആക്കി കൊടുക്കാം. ഒരു സ്റ്റാറ്റസിന് ആവശ്യമുള്ള അത്ര നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. 30 ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ലെയർ ഓപ്ഷനിൽ ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ ആ കളറ് ഗ്രീൻ ആക്കി കൊടുക്കുക. ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അവിടെ എഴുതി കൊടുക്കാം. ഞാനിവിടെ തമ്പ് കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്തെങ്കിലും എഴുത്തിൽ വല്ല പെർഫെക്ഷൻ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ അവസാനം വരെ എത്തിച്ചു കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അടുത്തതിൽ പറഞ്ഞു തരാം. എന്നിട്ട് ഇൻ ആനിമേഷൻ എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നതാണ്. ഇൻ ആനിമേഷൻ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടി കൊടുക്കാം. അതിനുശേഷം ആ മുകളിൽ കാണുന്ന ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രോ ഇൻ ഓർഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം 6 ആക്കി കൊടുക്കുക. എന്നിട്ട് 5 സെക്കൻഡിൽ വെച്ച് നമുക്കത് ട്രിം ചെയ്ത് കളയാം. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ആൻഡ് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നടുവിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ട്രിം ടു റൈറ്റ് ഓഫ് പ്ലെയർ എന്നാണ് അതിൽ കാണുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വീണ്ടും ലെയർ ഓപ്ഷനിൽ പോവുക. ഹാൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ടെക് എന്നടിക്കുന്ന എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാനിതിൽ എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഡ്യൂറേഷനും നമുക്ക് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇൻ ആനിമേഷനിൽ പോയി നമുക്കത് ഓർഡർ ക്ലിക്ക് ചെയ്യാം. ഡ്രോ ഇൻ ഓർഡർ. എന്നിട്ട് 6 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നമ്മൾ 5 സെക്കൻഡാണ് എടുത്തത്. ഇതിലും 5 സെക്കൻഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാൻ ആവശ്യമുള്ള എല്ലാതും നമ്മൾ ഇതിൽ ഇതുപോലെ എഴുതി കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ മുഴുവൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റിലേക്ക് പോയതിനു ശേഷം മുഴുവൻ ഗ്രീൻ സ്ക്രീൻ ആണ് ഇപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുകയാണ്. നേരെ ഹൈ ക്വാളിറ്റിയിൽ ഇട്ടിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചതിന് ശേഷം ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റേഷ്യോ അത് നമ്മൾ ആദ്യം എടുത്തത് തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു വീഡിയോ ഫയലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഞാൻ 15 സെക്കൻഡേ അത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ അത് 2 തവണ ക്ലിക്ക് ചെയ്തതിന് ശേഷം 30 ഡ്യൂറേഷനിലാണ് അത് എടുത്തിട്ടുള്ളത്. ഇതാണ് വീഡിയോ. ഇതിൽ ലെയർ ഓപ്ഷനിൽ മീഡിയയിൽ പോയതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഫിൽ സ്ക്രീൻ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്രീൻ സ്ക്രീൻ ഒഴിവാക്കാനാണ് നിൽക്കുന്നത്. അതിനു വേണ്ടി ക്രോമാക്കി എന്ന ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച വീഡിയോ ക്ലിക്ക് ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രോമാക്കി എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അടിയിൽ താഴത്തെ കളർ ഗ്രീൻ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ ആക്കി കൊടുക്കണം. അത് ചിലപ്പോൾ നിങ്ങളിതിൽ ഗ്രീൻ ആകണമെന്നില്ല. ഇപ്പോൾ ആ ഗ്രീൻ സ്ക്രീൻ അവിടെ നിന്നും പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാത്തിൻ്റെയും അത് പോയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രെയിൻ ഡ്രോപ്സിൻ്റെ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ അല്പം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് കുറച്ച് ക്രോപ്പ് ചെയ്യാണ്. അതിനുവേണ്ടി സിസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ നടുവിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ട്രിമ്മായി പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത വീഡിയോയുടെ ആദ്യത്തിൽ കുറച്ച് ബ്ലാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ട്രിം ചെയ്ത് കളയുകയാണ്. അത് നമ്മൾ ട്രിം ചെയ്യുക. സിസറിൽ പോയി മുകളിൽ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ട്രിം ആകും. എന്നിട്ട് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അവസാനത്തിലേക്ക് പോയാൽ കുറച്ച് സ്പേസ് അവിടെ കാണാൻ സാധിക്കും. അതായത് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ശരിയായിട്ടുണ്ട്. ഇനി ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നിറമാറ്റം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ റൈറ്റ് ചെയ്തതിൽ ഏതാണോ നിങ്ങൾക്ക് ഭംഗി തോന്നുന്നത് അത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ സോഫ്റ്റ് ലൈറ്റ്, ഹാർഡ് ലൈറ്റ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഡാർക്ക് ബ്രൗൺ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒരു ഓഡിയോ സെറ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നമുക്കാകെ 18 സെക്കൻഡ് ഡ്യൂറേഷൻ നമുക്കത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു തവണ കൂടി അത് ആഡ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ട്രിം ചെയ്ത് കളയാണ് ഞാൻ ചെയ്തത്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ അത്ര ഡ്യൂറേഷനേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഓഡിയോ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ആ ഓഡിയോയുടെ ലാസ്റ്റിൽ നമുക്ക് പോയാൽ കുറച്ച് ഭാഗം സ്പേസ് കാണാൻ സാധിക്കും. അത് ട്രിം ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഈ MNS എന്നുള്ളതിൽ ഈ എസ് ഒന്നും ശരിക്കും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളത് ഒന്നും കൂടി അതിൻ്റെ ബ്ലെൻഡിങ്ങിൽ പോയി അതിൻ്റെ ഓപ്ഷൻ ഇതാക്കേണ്ടതാണ്. സബ്സ്ക്രൈബ് എന്നുള്ളത് ഞാൻ അവസാനം എഴുതിയതൊന്നും നല്ലപോലെ കാണാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ ഷോർട്ട് എന്നുള്ളതൊന്നും നല്ലപോലെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അത് മാറ്റം തിരുത്തേണ്ടതുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ ഒന്നും നല്ലപോലെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാനൊന്ന് അത് മാറ്റം തിരുത്തുന്നതും നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ബ്ലെൻഡിങ്ങിൽ പോയതിന് ശേഷം അത്യാവശ്യം ലൈറ്റനായിട്ടുള്ള ഇതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്, ഓവർലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലപോലെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി നമ്മളിത് ഈ വീഡിയോ ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടി നമ്മൾ മുകളിൽ കാണുന്ന ആ ആരോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹൈ ക്വാളിറ്റിയിൽ ഇട്ടതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.